കാസർഗോഡ് അമ്പലത്തറയിൽ കൂട്ടബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ തിരോധാന കേസിൽ അന്വേഷണം വഴിമുട്ടുന്നു. കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര IPS മേൽനോട്ടം വഹിക്കുന്ന കേസിൽ അന്വേഷണ പുരോഗതി ഇല്ലെന്നാണ് പുറത്ത് വരുന്ന വിവരം. കേസ് ആദ്യം അന്വേഷിച്ച സംഘം സുപ്രധാന തെളിവുകൾ അവഗണിച്ചതും തുടരന്വേഷണത്തിന് തിരിച്ചടിയായി. 15 വർഷം മുൻപാണ് അമ്പലത്തറ പോലീസ് സ്റ്റേഷനിൽ കൂട്ടബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയെ കാണാനില്ലെന്ന കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ലോക്കൽ പോലീസും ജില്ലാ ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷിച്ചു. പക്ഷേ ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിലുണ്ടായ വീഴ്ച പിന്നീട് കേസിനെ ആകെ ബാധിച്ചിട്ടുണ്ട്. 2012 മുണ്ടപ്പള്ളം സ്വദേശിയായ പെൺകുട്ടിയെ കാണാതായതായി അമ്പലത്തറ പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിക്കുന്നത്. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസിൽ പ്രതികൾ എന്ന് സംശയിക്കുന്നവരെക്കുറിച്ച് മൊഴി ലഭിച്ചിട്ടും അന്വേഷണം മുന്നോട്ടു പോയില്ല. തുടർന്ന് കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചെങ്കിലും പെൺകുട്ടിയെക്കുറിച്ച് വിവരം ലഭിച്ചില്ല. മാത്രമല്ല, പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത പ്രതികൾക്ക് പെൺകുട്ടിയുടെ തിരോധാനത്തിൽ പങ്കുണ്ടോ എന്ന കാര്യവും ജില്ലാ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചില്ല. ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് ഉതകുന്ന വിവരങ്ങൾ ലഭിച്ചില്ലെന്നാണ് പോലീസ് വാദം. പെൺകുട്ടിയെ കാണാതായ കാലഘട്ടത്തിൽ ബലാത്സംഗ കേസിലെ പ്രതികളിൽ ഒരാളുടെ പറമ്പിലെ കിണർ മൂടിയെന്ന് പോലീസിന് മൊഴി ലഭിച്ചിരുന്നു. ആ മൊഴിക്ക് പിന്നാലെ ലോക്കൽ പോലീസ് അന്വേഷണം പോകാതിരുന്നത് കേസിൽ തിരിച്ചടിയായി. ജില്ലാ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണം അവസാനിപ്പിക്കുന്നുവെന്ന 24 വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ കേസിൽ DGP ഇടപെട്ടു. തുടരന്വേഷണത്തിന് യതീഷ് ചന്ദ്ര IPSന്റെ മേൽനോട്ടത്തിൽ പുതിയ ടീമിനെ നിയോഗിച്ചു. ആദിവാസി കുട്ടി എന്നുള്ള നിലയിൽ ആ കുട്ടിക്ക് പുനരധിവാസം ഒരുക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമായിട്ടും സംസ്ഥാന ഗവൺമെൻറ്റോ പോലീസോ ഈ കുട്ടിയെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ കുട്ടി അപ്രത്യക്ഷമാവാനും കേസിൻ്റെ വിചാരണയിൽ കോടതിയിൽ ഹാജരാവാതെ പ്രതികളെ വെറുതെ വിടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുള്ളത്. ആദ്യഘട്ടം മുതൽ കേസുമായി ബന്ധപ്പെട്ടവരുടെ മൊഴികൾ പുതിയ അന്വേഷണ സംഘം രേഖപ്പെടുത്തി. പ്രതികളെന്ന് സംശയിക്കുന്നവരും പോലീസിന് നിരീക്ഷണത്തിലാണ്. പക്ഷേ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ മാത്രം വ്യക്തതയില്ല. കണ്ണൂർ റേഞ്ച് DIGയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. സംശയമുള്ളവരെയൊക്കെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നുണ്ട്. പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അരുൺ പാറക്കൽ, 24, കാസർഗോഡ്.